ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സേഫായിട്ടിരിക്കുന്നു. എല്ലാവരുടെയും ഓണമൊക്കെ ഇതുവരെ ആയി, എല്ലാവരുടെയും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ? ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കംപ്ലീറ്റ് ആയോ? അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും ഇത്തവണത്തെ ഓണം വളരെ സ്പെഷ്യൽ ആകട്ടെ. എന്താ പറയുക, സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആക്ച്വലി ഇന്നലെ എനിക്ക് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു, രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകണം, വ്ലോഗ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞ കാര്യമില്ലല്ലോ, കഴിഞ്ഞ കാര്യം. സോ ഫൈനലി ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇപ്പം ഏകദേശം സമയം 1 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഐ തോട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന കുറേ കാര്യങ്ങൾ ക്ലബ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അത് വ്ളോഗൊക്കെ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ എം പ്ലാനിങ് ടു ഡു സംതിങ് ലൈക്ക് ദാറ്റ്. സോ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ബിഫോർ ദാറ്റ്, എൻ്റെ വീഡിയോസ് ആരെങ്കിലുമൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. സോ വൺസ് അഗെയിൻ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുട്ടിയും കൂടി ബോളി വാങ്ങിക്കാനായിട്ട് പോകണം കേട്ടോ. ഇന്ന് പാലട പായസം വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബോളി വാങ്ങിക്കാൻ പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കിട്ടില്ല. ഞാൻ ബൂന്തി മേടിച്ചു. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ ഈ കടയിൽ നിന്ന് എനിക്ക് ബോളി കിട്ടി കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ വന്നായിരുന്നു. ഇവിടെ നമ്മുടെ പാലട റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലട മിക്സാണേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ പാലൊക്കെ ഒഴിച്ച് നല്ല കുറുക്കി എടുത്തുകൊണ്ടിരിക്കുവാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെ പായസമാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് ഉത്രാടമല്ലേ, ചിലരുടെ വീട്ടിൽ സദ്യയൊക്കെ വെക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ സദ്യ ഒരുക്കിയോ, എന്ത് പായസമായിരുന്നു എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ. അതുകൂടാതെ തന്നെ എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണുന്നവർ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് വീഡിയോസ് കാണുന്നതെന്നുള്ളതും കൂടി നിങ്ങളുടെ പ്ലേസ് മെൻഷൻ ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയാണ് കേട്ടോ, എനിക്ക് അറിയാനായിട്ടാണ്. എൻ്റെ വ്യൂവേഴ്സ് എവിടെ നിന്നൊക്കെയാണ് എന്നുള്ളത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നിങ്ങളുടെ സ്ഥലമൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ, നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെന്നുള്ളത്. മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ നേരം നീണ്ടു നിൽക്കുന്ന താളം പരിചകളുടെ നീരുളി നേരം നെഞ്ചിനു താളം നിലവിനു നേരം സോ ഞങ്ങളിത് ഷവർമ കഴിക്കാൻ പോവാണ്. എനിക്ക് മേടിച്ചത് പെരി പെരിയും ഇവക്കുട്ടിക്ക് നോർമലുമാണ്. ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല. പുറത്തൊക്കെ പോയിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 11 o'clock ഒക്കെ ആയി. അങ്ങനെ ഉത്രാടം അങ്ങനെ അവസാനിച്ചു. അപ്പോൾ ഇനി നമുക്ക് തിരുവോണ ദിവസം കാണാം കേട്ടോ. തിരുവോണ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും ഓണമൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്? പിന്നെ തിരുവോണമാണ്. ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണല്ലേ മലയാളികളെ സംബന്ധിച്ചിട്ട്. ഓണം എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിൽ നമ്മൾ കലണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കുന്നത് എനിക്ക് തോന്നുന്നു ഓണം എന്നായിരിക്കും മെജോറിറ്റി ഓഫ് മലയാളീസ്. അപ്പോൾ നമ്മളൊക്കെ കാത്തിരുന്ന ദിവസമായിരുന്നു തിരുവോണം. ഫൈനലി തിരുവോണം ആയി. എല്ലാവരുടെയും എന്താ പറയുക,
എല്ലാവർക്കും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. എല്ലാവരും ഒത്തൊരുമയോടെ ഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അപ്പോൾ എല്ലാവരുടെയും തിരുവോണം, എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞൊരു തിരുവോണ ദിനം ആശംസിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു, കുളിയൊക്കെ കഴിഞ്ഞു. ഇനി അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങണം. ഇവക്കുട്ടി ഉണർന്നിട്ടില്ല. പിന്നെ ചെറിയ രീതിയിലൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. ഐ വിൽ ഷോ യു. ഒരു വളരെ ചെറിയൊരു മിനിമൽ അത്തപ്പൂക്കളമാണ്. കാര്യം ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ എനിക്കും വലിയ എന്താ ചാച്ചിയൊന്നും നാട്ടിലില്ലാണ്ട് എനിക്ക് ഓണം ആഘോഷിക്കുന്നത് എന്തോ വല്ലാണ്ടാണ്. അപ്പം അതുകൊണ്ട് കാര്യമായിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഒരു ചെറിയ അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി പതിയെ കൊണ്ട് ഇവക്കുട്ടീനെ ഉണർത്തണം. പിന്നെ അമ്മ കിച്ചണിലാണ്. അമ്മ സദ്യയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് രാവിലെ തന്നെ അമ്മ പായസം വെക്കും. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തൊക്കെ പായസമാണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് ഞങ്ങൾക്കിവിടെ കടലപ്പായസമാണ്. എനിക്കറിയില്ല, ട്രിവാൻഡ്രത്തുള്ളവർക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും കടലപ്പായസം, കടലപ്പരിപ്പ് പായസം. ഡിസ്ട്രിക്റ്റിലൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പായസം കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് പായസം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസമാണ് കടലപ്പായസം. സോ ഇന്നതാണ് ഇവിടെ. അപ്പോൾ അതൊക്കെയാണ് ഓണവിശേഷങ്ങൾ. പിന്നെ ഇത്തവണത്തെ ഓണം ചെറിയൊരു വിഷമമുള്ളത് നമുക്ക് അറിയാം. നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ആൾക്കാരൊന്നും ഓണമൊന്നും ആഘോഷിക്കുന്നില്ല. അവർക്ക് ലൈക്ക് വയനാട്, എല്ലാവർക്കും അറിയാവുന്ന പോലെ വയനാടുള്ള ആ ഒരു എന്താ നമ്മളെല്ലാവരെയും മനസ്സ് വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ട്രിവാൻഡ്രത്ത് ഓണാഘോഷമൊന്നും ഇല്ല. എന്ത് ചെയ്യാനല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിന് വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും സ്റ്റിൽ ഓണം ഈസ് ഓണം. എല്ലാവർക്കും സന്തോഷം കൊണ്ടുവരുന്ന ഒരു ദിവസമാണ്. അപ്പം അത് മാക്സിമം എല്ലാവരും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയൊക്കെ ആഘോഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തൊക്കെയാണ്. എനിക്കിനി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണം. അപ്പോൾ ഞാൻ നിങ്ങളെ അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ ഇവക്കുട്ടീനെ ഉണർത്താനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അദ്ദേഹം പെട്ടെന്നൊന്നും അങ്ങനെ എണീറ്റിട്ടില്ലായിരുന്നു. കുറേ നേരം ഇങ്ങനെ മറിഞ്ഞും തിരിഞ്ഞും കിടന്നിട്ട് ലാസ്റ്റ് എണീറ്റ് കഴിഞ്ഞാലും കുറച്ച് നേരത്തേക്ക് ഭയങ്കര ചടച്ചിലാണ്. കുറേ നേരം എന്നെ ഇങ്ങനെ ഹഗ് ചെയ്തൊക്കെ ഇങ്ങനെ മടിയിലിരിക്കണം, കിടക്കണം. ഒരു ഉറക്കത്തിൻ്റെ ഇതൊന്ന് വിടുന്നിടം വരെ അവനിങ്ങനെ ചുറ്റിപ്പറ്റിയിരിക്കും. പിന്നെ മാത്രമല്ല ചെറിയൊരു വയ്യായ്മ ഉണ്ടായിരുന്നു മോന്. ചെറിയ കോൾഡും കാര്യങ്ങളുമായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ അത്തപ്പൂ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ ഇവക്കുട്ടി. ഇതെന്താ ഒത്തിരി നേരം വന്നിരുന്ന് ഇങ്ങനെ അത്തപ്പൂ നോക്കിയിരിക്കുമായിരുന്നു. അവൻ അതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാൻ പോവാം കേട്ടോ. മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ നേരം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീയൊളി നേരം നെഞ്ചിനു താളം നിലവിനു മേളം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചണിൽ കയറിയപ്പോൾ ഇവക്കുട്ടി വന്ന് എന്താണ്ട് പരാതികളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ പിന്നെ ഞാൻ പോട്ടെ സാരയില്ല എന്നൊക്കെ പറഞ്ഞു വിട്ടു. അവൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ബോറടിക്കുന്ന കാര്യം. എല്ലാവരും കിച്ചണിലൊക്കെ തിരക്കിലാണല്ലോ. അവന് ഭയങ്കര ബോറടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ റെഡിയായതിനു ശേഷം നേരെ മഹാബലിക്ക് വെച്ച് കൊടുക്കുന്ന ചടങ്ങിലോട്ട് പോവുകയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും മഹാബലിക്ക് നമ്മൾ ഭക്ഷണം ഒരുക്കി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ ചെയ്തിട്ടിരിക്കുവാണ്. പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ നേരം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ നീയൊളി നേരം നെഞ്ചിനു താളം നിലവിനു മേളം മുകിലോളം മലയാളം പാടും നീ
ഈണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേയൊളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം മുകിലോളം മലയാളം പാടും നിൻ ആയിരുന്നു ഇത് വളരെ ഒരു സിമ്പിൾ വ്ളോഗാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബട്ട് സ്റ്റിൽ ഞാനത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇടുവാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ആ 2 ദിവസം നടന്നിരുന്നത്. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ളൊരു സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. എനിവേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പരിചകളുടെ വേയൊളി മേളം നെഞ്ചിനു താളം നിലവിനു